ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ എത്രയാണോ ആവശ്യമുള്ളത് ആ പൊടി എടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. കാരണം അതിങ്ങനെ ഇളക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അതിങ്ങനെ മൂത്ത് വരുന്നൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പാകം വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പുട്ടിനെ പൊടിച്ചെടുക്കണം പോലെ ഒന്ന് പൊടിക്കുകയല്ല, നനച്ചെടുക്കണം പോലെ നനച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ച് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ നനയ്ക്കാറുള്ളത് അതേപോലെ തന്നെ ഒന്ന് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയ പൊടി തന്നെയാണ്, അല്ലാണ്ട് ഗോതമ്പ് വാങ്ങി പൊടിപ്പിച്ചതല്ല, സാധാരണ വാങ്ങിയ പൊടി തന്നെയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്താലും മതി. ഞാൻ പിന്നെ എന്തായാലും തുടക്കമല്ലേ എന്ന് വെച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. ബാക്കി ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ കട്ട കെട്ടുന്ന പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഇതിന് അതായത് ബാക്കിയുള്ള ഭാഗത്തൊന്നും മാവിൽ വെള്ളമായിട്ടും ഉണ്ടാവില്ല, എന്നാൽ കുറച്ച് ഭാഗം ഇങ്ങനെ ഉണ്ടകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ അതിൻ്റെ ആ നനവ് കാരണം ആവാത്ത ഭാഗത്തും കൂടി ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പുട്ടുകുറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു സൂത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുത്ത് ഇപ്പോൾ ഏകദേശം കൈകൊണ്ട് ചെയ്തപ്പോൾ തന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് പൊടി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൊടി ഏകദേശം പുട്ടിൻ്റെ പരുവത്തിലൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ചും കൂടിയിട്ട് നമ്മൾ ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം അധികമായി തോന്നുകയാണെങ്കിൽ ലേശം പൊടി വേണമെങ്കിൽ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാനും കുഴപ്പമില്ല. അപ്പോൾ ലേശം ഒന്ന് പൊടി ചേർത്ത് കൊടുത്തിട്ട് നിർബന്ധമല്ല, നമ്മൾ നോക്കിയിട്ട് ചെയ്താലും മതി. എന്നിട്ട് മിക്സിയിൽ നമുക്കൊന്ന് കറക്കിയെടുക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൾസ് മോഡിൽ ഒരു 1-2 തവണ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഒന്ന് രണ്ടാം വട്ടവും ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കട്ടകളില്ലാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നല്ല പുട്ടിൻ്റെ പൊടി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ പുട്ടുകുറ്റിയിലാക്കിയിട്ടൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇങ്ങനെ കിട്ടിയ ആ പൊടീനെ കുറച്ച് കുറച്ചായി സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ആക്കിയിട്ട് പിന്നെ അതിലെങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചൊക്കെ തേങ്ങ ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതല്ല കറക്റ്റ് 2 പീസായിട്ടാണ് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ആദ്യവും അവസാനവും അതേപോലെ മിഡിലും മാത്രമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ താല്പര്യം വെച്ചാൽ അതിനനുസരിച്ച് ആക്കി കൊടുക്കുക. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്, മുകളിലും തേങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് ആവശ്യമുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ആവി വരുന്ന വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മുകളിൽ ആ ഹോളിൽ കൂടെ ഇങ്ങനെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ വാഴക്കൊലയാണ് കേട്ടോ അത്. അപ്പോൾ പെട്ടെന്ന് ഒന്നിച്ച് തന്നെ അതിങ്ങനെ പഴുത്ത് പോകുന്നൊരു ടൈപ്പാണ്. പക്ഷെ നാടൻ കായക്കൊല തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നല്ല ചന്തത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു വാഴയുടെ ഇലയൊക്കെ എടുത്ത് അപ്പോൾ ഞാനിങ്ങനെ 3 പീസ് ആവണ പോലെയാണ് ഇട്ട് കൊടുത്തത്. നല്ലൊരു മണവും വരുന്നുണ്ട്. നല്ല ചൂട് പുട്ടും പപ്പടവും പഴവും സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഞാനിങ്ങനെ മിക്കവാറും പുട്ടാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അരിപ്പൊടി മാറ്റിയിട്ട് ഒന്ന് ഗോതമ്പിൻ്റെ പുട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ പൊടിക്കൈകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ട് കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.